2 ശമൂവേൽ 2-ാം അധ്യായം. അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ്യ നഗരങ്ങളിലൊന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ എവിടേക്ക് ചെല്ലേണ്ടു എന്ന് ദാവീദ് ചോദിച്ചതിന്, ഹെബ്രോനിലേക്ക് എന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ഇസ്രായേൽക്കാരത്തി അഹീനോബം, കർമ്മേല്യൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ 2 ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു. ദാവീദ് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി. അവർ ഹെബ്രോന്യ പട്ടണങ്ങളിൽ പാർത്തു. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഗിലെയാദിലെ യാബേഷ് നിവാസികളായിരുന്നു ശൗലിനെ അടക്കം ചെയ്തത് എന്ന് ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് ഗിലെയാദിലെ യാബേഷ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ യജമാനനായ ശൗലിനോട് ഇങ്ങനെ ദയ കാണിച്ച് അവനെ അടക്കം ചെയ്യുക കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. യഹോവ നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കുക കൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും. ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പീൻ. നിങ്ങളുടെ യജമാനനായ ശൗൽ മരിച്ചുപോയല്ലോ. യഹൂദാഗൃഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന് പറയിച്ചു. എന്നാൽ ശൗലിൻ്റെ സേനാപതിയായ നേരിൻ്റെ മകൻ അബ്നേർ ശൗലിൻ്റെ മകനായ ഈശ്ബോശത്തിനെ മഹാനൈമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഗിലെയാദ്, അശ്ശൂരി, ഇസ്രായേൽ, എഫ്രയീം, ബെന്യാമീൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേലർക്കും രാജാവാക്കി. ശൗലിൻ്റെ മകനായ ഈശ്ബോശത്ത് ഇസ്രായേലിൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം വാണു. യഹൂദാഗൃഹമോ ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് ഹെബ്രോനിൽ യഹൂദാഗൃഹത്തിന് രാജാവായിരുന്ന കാലം 7 സംവത്സരവും 6 മാസവും തന്നെ. നേരിൻ്റെ മകൻ അബ്നേരും ശൗലിൻ്റെ മകനായ ഈശ്ബോശത്തും ബോഷത്തിൻ്റെ ചേവകരും മഹാനയീമിൽ നിന്ന് ഗിബെയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ മകനായ യോബാബും ദാവീദിൻ്റെ ചേവകരും പുറപ്പെട്ട് ഗിബെയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അവർ കുളത്തിൻ്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിൻ്റെ അപ്പുറത്തും ഇരുന്നു. അബ്നേർ യോബാബിനോട്, ബാല്യക്കാരൻ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെന്ന് യോബാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമീന്യരുടെയും ശൗലിൻ്റെ മകനായ ഈശ്ബോശത്തിൻ്റെയും ഭാഗത്തു നിന്ന് 12 പേരും ദാവീദിൻ്റെ ചേവകരിൽ 12 പേരും എണ്ണമൊത്ത് എഴുന്നേറ്റ് തമ്മിലടുത്തു. ഓരോരുത്തൻ താൻ്റെ എതിരാളിയെ മുടിക്ക് പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തിക്കടത്തി ഒരുമിച്ച് വീണു. അതുകൊണ്ട് ഗിബെയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂരീം എന്ന് പേരായി. അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി. അബ്നേരും ഇസ്രായേലരും ദാവീദിൻ്റെ ചേവകരോട് തോറ്റുപോയി. അവിടെ യോബാബ്, അബീഷായി, അസാഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും ഉണ്ടായിരുന്നു. അസാഹേൽ കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമിയായിരുന്നു. അസാഹേൽ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേറിനെ പിന്തുടരുന്നതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല. അബ്നേർ പിറകോട്ട് നോക്കി, നീ അസഹേലോ എന്ന് ചോദിച്ചതിന് അതേ എന്നവൻ ഉത്തരം പറഞ്ഞു. അബ്നേർ അവനോട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാരിൽ ഒരുത്തനെ പിടിച്ച് അവൻ്റെ ആയുധവർഗം എടുത്തുകൊള്ളുകയെന്ന് പറഞ്ഞു. എങ്കിലും അസഹേലിന് അവനെ വിട്ടുമാറുവാൻ മനസ്സായില്ല. അബ്നേർ അസഹേലിനോട്, എന്നെ വിട്ടുപോക, ഞാൻ നിന്നെ വെട്ടി വീഴിക്കുന്നത് എന്തിന്? നിന്നെ ഞാൻ എൻ്റെ സഹോദരനായ യോബാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് പറഞ്ഞു. എന്നാറേയും വിട്ടുമാറുവാൻ അവന് മനസ്സായില്ല. അബ്നേർ അവനെ കുന്തം കൊണ്ട് പുറകോട്ട് വയറ്റത്ത് കുത്തി കുന്തം മറുവശത്ത് പുറപ്പെട്ടു. അവൻ അവിടെ തന്നെ വീണു മരിച്ചു. അസഹേൽ മരിച്ചു കിടന്നിടത്ത് വന്നവരൊക്കെ നിന്നുപോയി. യോബാബും അബീഷായും അബ്നേറിനെ പിന്തുടർന്നു. അവർ ഗിബെയോൻ മരുഭൂമിയിലെ വഴിയരികെ ഗീഹിന് മുമ്പിലുള്ള അമ്മാക്കുന്നിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ബെന്യാമീന്യർ അബ്നേറിൻ്റെ അടുക്കൽ ഓരോ കൂട്ടമായി നടന്ന ഒരു കുന്നിൻ മുകളിൽ നിന്നു. അപ്പോൾ അബ്നേർ യോബാബിനോട്, വാളെന്നും സംഹരിച്ചുകൊണ്ടിരിക്കണമോ? ഒടുവിൽ കയ്പുണ്ടാകുമെന്ന് നീ അറിയുന്നില്ലയോ? സഹോദരന്മാരെ പിന്തുടർന്ന് മതിയാക്കേണ്ടതിന് ജനത്തോട് കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. അതിന് യോബാബ്, ദൈവത്താണോ നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നെന്ന് പറഞ്ഞു. ഉടനെ യോബാബ് കാഹളം ഊതിച്ചു. ജനമൊക്കെയും നിന്നു. ഇസ്രായേലിനെ പിന്തുടർന്നില്ല, പൊരുതതുമില്ല. അബ്നേരും അവൻ്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരാബയിൽ കൂടി നടന്ന് യോർദാൻ കടന്ന് ബിത്രോനിൽ കൂടി ചെന്ന് മഹാനയീമിലെത്തി. യോബാബും അബ്നേരിനെ പിന്തുടർന്നത് വിട്ടു മടങ്ങി. ജനത്തൊക്കെയും ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദാവീദിൻ്റെ ചേവകരിൽ 19 പേരും അസഹേലും ഇല്ലായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ ചേവകർ ബെന്യാമീന്യരെയും അബ്നേരിൻ്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ 360 പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു. അസഹേലിനെ അവർ എടുത്ത് ബത്ലഹേമിൽ അവൻ്റെ അപ്പൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോബാബും അവൻ്റെ ആളുകളും രാത്രി മുഴുവൻ നടന്ന് പുലർച്ചയ്ക്ക് ഹെബ്രോനിലെത്തി.